ഹായ് ഗായ്സ്, ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഒരു കസിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ജീൻ്റെ അവൾ ഡെലിവറി കഴിഞ്ഞ് 3 മാസമായി, ഇതുവരെ പോയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കേ, അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വണ്ടിയിൽ വെച്ച് അങ്ങനെ പതുക്കെ ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് മുഴുനീളം മഴ തന്നെ. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ വണ്ടി കയറി അപ്പത്തിന് ഉറങ്ങുന്ന ഹേവൻമാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവനും ഇതുപോലെ തന്നെ നമ്മളെ കൂടെ കഥയ്ക്ക് ചേർന്നിട്ടുണ്ട്. പോയി ഏകദേശം നമ്മൾ ആളുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പോകുന്ന വഴിയാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വയലൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താനായി. അപ്പം വീടിൻ്റെ വഴി കാണിക്കാൻ വേണ്ടി ആളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹേവൻമാനെ കണ്ടപാട് ഹേവൻമാൻ ചാടി കയറി പുള്ളിയുടെ കയ്യിൽ പോയി. അങ്ങനെ വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോവുകയാണ്. വേറൊരു വഴിയുണ്ട്, പക്ഷേ ആ വഴി വരുവാണെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ ചുറ്റണം. ഇതാകുമ്പോൾ എളുപ്പ വഴിയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. രാജിത പുറകെ വരുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസത്തിന് മേലെ എന്നുള്ളത്. ആളതപ്പോൾ കാണിച്ചു തരാം, സർപ്രൈസാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ, സുർണി. ശരണ എന്നാണ് പേര്, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പം ഡെലിവറി കഴിഞ്ഞ സമയത്ത് തുടക്കത്തിൽ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞ് വീട് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. നമ്മളെ ഹേവന രാജി പ്രസവിച്ച സമയത്ത് പിറ്റേന്ന് തന്നെ അവളവിടെ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ആ സമയത്തിന് പോകാൻ നിന്നാണ്. പക്ഷേ അവൾ ആയിട്ട് സമ്മതിച്ചില്ല. അവൾ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സുർണീൻ്റെ വീട് ഇതുവരെ കണ്ടിട്ടില്ല, പുതിയ വീടാണ്. വീട് പണിയൊന്നും തീർന്നിട്ടില്ല ഏട്ടാ, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞങ്ങളങ്ങ് ഇറങ്ങി. ഇതാണ് സുർണീൻ്റെ വീട്. സുർണീൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 1-2 തവണ അവിടെ പോയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഫോണിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കലാണ്. അപ്പോൾ ഇതാണ് സുർണീൻ്റെ വീട്. സൂര്യാംശം എന്നാണ് വീടിൻ്റെ പേര്. സൂര്യ എന്നുള്ളത് മൂത്ത മകൻ്റെ പേരാണ്. വീട് പണിയൊന്നും തീർന്നിട്ടില്ല, ഡെലിവറി ടൈമിനാണ് എല്ലാം കൂടെ വീടിൻ്റെ പണി ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് സുർണി പറഞ്ഞത്. പക്ഷേ ചെന്ന് നോക്കിയപ്പം എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ അടിപൊളി വീടാണ് ഉണ്ടാക്കിയത്. കണ്ടവിടെ എനിക്ക് നന്നായി വീട് ഇഷ്ടപ്പെട്ടു. ഞാൻ രാജിനോട് പറയുകയും ചെയ്തു, നമ്മളങ്ങാൻ ഭാവിയിലൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം പ്ലാൻ തന്നെ നമുക്ക് വീട് ഉണ്ടാക്കണം. അത്രയും ഭംഗിയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അവരെ പ്ലാൻ പോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ഫിനിഷാക്കിയിട്ടുണ്ട്. അങ്ങനെ സുർണീൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹെവന് വലിയൊരു മൈൻഡൊന്നും പോരാ, എവിടെയോ ചെറിയൊരു കുശുമുള്ള പോലെ. പക്ഷെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അവന് കുറേ നേരം അവൻ്റെ കൈയൊക്കെ പിടിച്ച് പതുക്കെ കമ്പനി. പിന്നെ അവൻ്റെ കൂടെയുള്ള കളിയായിരുന്നു. ഇതാണ് വീടിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കയറുന്ന തന്നെ ഹോളിലേക്കാണ്. ഹോളിൽ നിന്നൊരു സ്റ്റെയർ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാധാരണ കോൺക്രീറ്റ് സ്റ്റെയർ അല്ല, നമ്മളെ ഈ GI അയണ്ടമോൾ ഉണ്ടാക്കിയതാണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് സൂര്യൻ്റെ റൂമാണ്. റൂമിനകത്ത് അവൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പം പിന്നെ അത് ഡൈനിങ് ഹോളിലേക്കാണ് വരുന്നത്. കൂജലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. സുർണീസ് കിച്ചൺ, സുർണീൻ്റെ ആണ് ഏരിയ. അപ്പോൾ നല്ല അടിപൊളി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ കിച്ചൻ്റെ വർക്ക് കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹെവൻ്റെ നൂലുകെട്ടിനാണ് ലാസ്റ്റ് സുർണി ഫാമിലി ആയിട്ട് വന്നത്. അതിനുശേഷം അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ബർത്ത്ഡേക്ക് വിളിച്ചിരുന്നു, പക്ഷേ അവൾക്ക് അന്നേരം ഡെലിവറിൻ്റെ ടൈം ഏകദേശമായി നിൽക്കുന്നതാണ്. അവൾക്ക് ട്രാവലിങ് കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതാണ് സുർണിയുടെ ജീവൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള മോനാണ്. എന്നോട് കുറേ എന്തൊക്കെയോ മോൻ കൊണ്ട് കാണിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നല്ല അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് മുഖത്ത്. ഹെവനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്ക് ആവാൻ ചെറിയൊരു സമയം എടുത്ത്, പിന്നത്തേക്ക് നല്ല ഓക്കെ ആയി. പിന്നെ അവൻ്റെ കൂടെയുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പം സൂര്യൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുർണി ഈ അതിനിടയ്ക്ക് നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. അവൾ ഹെവനോട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നേരത്തെ അവിടെ എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം അവിടെ വന്നു, കുറച്ച് സംസാരിച്ചു, ജ്യൂസൊക്കെ കഴിച്ച്. അതിനുശേഷം സുമേഷ് ഭായി നമുക്ക് ഫുഡ് തരികയാണ്. ഇത് ഉണ്ടാക്കിയത് മറ്റാരല്ല, സുമേഷ് ഭായി തന്നെയാണ് ഉണ്ടാക്കിയത്. പുള്ളി അടിപൊളി കുക്കാണ്. അപ്പം പുള്ളിയുടെ നല്ല ഐറ്റം സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പം ഞങ്ങൾ എന്തായാലും നല്ല വിശപ്പോട് കൂടിയാണ് കയറി ചെന്നത്. അപ്പോൾ പിന്നെ വേറൊന്നും വേണ്ട, ഫുഡ് ഞങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇരിക്കുകയാണ്. അപ്പോൾ സമയത്ത് കരച്ച സമയത്ത് സുർണി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയി ഫുഡൊക്കെ എടുത്ത് പതുക്കെ കഴിച്ചു തുടങ്ങി. ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സുമേഷ് ഭായി നല്ല അടിപൊളി കുക്കാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ സുർണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, പക്ഷേ ആൾ ഇത്രയും നല്ല അടിപൊളി കുക്കാന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്.
അപ്പോൾ ഹെവൻ ഉണ്ടായിരുന്നു. ഹെവൻ അത്ര നേരം അവിടെ ഓടി കളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഓടി കളിച്ചോണ്ട് നല്ല വിശപ്പുകളൊക്കെ വന്ന് അപ്പം ഇത് ഫുഡ് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി തോന്നുന്നു. നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവൻ. അപ്പം ഞങ്ങൾ 4 പേര് ഇരുന്ന് പതുക്കെ ഫുഡൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 പേരാണ് അങ്ങോട്ട് പോയതെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനും കൊണ്ടുപോകാനും ഭാഗത്ത് അത്രയും ക്വാണ്ടിറ്റി അവർ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി പറയണം സുമേഷ് ഭായ്, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, നിങ്ങൾ നല്ലൊരു കുക്കാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് എടുത്ത് കഴിക്കുകയും ചെയ്ത്. കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കുറയ്ക്കണം എന്നൊക്കെ ഞാൻ രാജ്യം പ്ലാൻ ചെയ്താണ്. പക്ഷേ അന്ന് ഫുഡ് കണ്ടപ്പോൾ എല്ലാവരും നിയന്ത്രണങ്ങളും പോയി. ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. സുറിന് പിന്നെയാണ് വന്ന് കഴിച്ചത്. അപ്പം ഫുഡ് കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഹെവൻ തുടങ്ങി അവിടെ കളിക്കാൻ. അപ്പോൾ എന്താ അവിടെ വന്ന സന്തോഷത്തിലാണ് ബോൾ എടുക്കുന്നത്, എറിയുന്നു. ഒരു എറിയും കിട്ടി. ഇതിനിടയ്ക്ക് ഹെവനെ കാണാൻ വേണ്ടി 2 ചേച്ചിമാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിയമോളും ലിതുമോളും 2 പേരും സുറിനീൻ്റെ കസിൻസിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഹെവൻ്റെ കൂടെയുള്ള കളിയായി. അതിനിടയ്ക്ക് നമ്മളെ പോക്കരി കൊട്ടാൻ അവിടെ കിടന്ന് വെറുതെ നിലവിളിക്കുന്നുണ്ട്. നിയമോളും ലിതുമോളും കാഴ്ചയിൽ നല്ല നാണം കുണികളാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഭയങ്കര നാണമാണ് സംസാരിക്കാൻ. പക്ഷേ നല്ല ടോക്കറ്റീവാണ്. ഹെവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹെവൻ്റെ കൂടെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ നമ്മളെ കുഞ്ഞുകൂടെ കളിപ്പിക്കുന്നുമുണ്ട്. ഹെവനിപ്പോൾ ഉമ്മ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാവനെ പിടിച്ചിട്ട് ഉമ്മ കൊടുക്കലാണ്. ഒരുപാട് നേരം കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കളിപ്പാട്ടങ്ങളെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബെഡിലിരുന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ അവനെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതും ഹെവനും ചേച്ചിമാരെല്ലാം കൂടെ രണ്ടാമതും അവരെ എന്തൊക്കെയോ കളിപ്പാട്ടങ്ങൾ അവിടെ അകത്ത് നിരത്തിയിട്ട് അവർ കളി തുടങ്ങി. അവരുടേതായിട്ടുള്ള എന്തൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അന്നേരം ഒരുപാട് വിശേഷങ്ങൾ പറയുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നൂലുകെട്ടിന് അന്ന് വന്നു പോയതാണ്. പിന്നെ ഫോണിലൂടെയുള്ള വിശേഷങ്ങളൊക്കെ അറിയുന്നുള്ളൂ. നേരിട്ട് കണ്ടിട്ട് ഒരുപാടായി. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല മഴയുണ്ട് ആ സമയത്ത്. കാരണം ആ സമയത്തേക്ക് മഴ തീരെ വിട്ടിരുന്നില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല മഴ തന്നെയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴും നല്ല മഴ തന്നെയായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുഞ്ഞിന് കൊടുക്കാൻ മറന്നുപോയി. അപ്പം രാജ്യം അത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇരുന്ന് കാണുന്നുണ്ട് സാധനങ്ങളൊക്കെ. അവന് കൊണ്ടുവന്ന സാധനം എന്നുള്ള കാര്യമാണ് മനസ്സിലായി. അവൻ പറയുന്നതൊക്കെ അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഹെവനും സൂര്യനും നിയമോളും ലിതുമോളും അവിടെ പൊരിഞ്ഞ കളിയിലാണ്. അപ്പം ഞാനും രാജ്യം കുറേ നേരം കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്ന് അവനെ കുറേ കളിപ്പിച്ച്. സുറിന് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അത്രയൊന്നും കഴിപ്പിച്ചത് പോരാ. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനിയും ഐറ്റംസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ കിച്ചണിൽ തന്നെയാണ്. രാജ്യരോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ തോന്നുന്നു അത് സഹായിക്കാൻ വേണ്ടി ആൾ അപ്പോൾ കയറി വന്നിട്ടുണ്ട് അങ്ങോട്ട്. കുറേ നേരമായി മുന്നിരിക്കുന്നു. കെട്ടിപ്പിടുത്തവും ഉമ്മവെക്കലൊക്കെയാണ് പരിപാടി. ഇനി വേറെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടൊരു ശ്രദ്ധയോട് കൂടിയാണ് ഞങ്ങൾ നിന്നത്. നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അവൻ വന്നിട്ട് അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവനപ്പോഴത്തേക്ക് വലിയ ചേട്ടനായി. അത് ആ സാധനങ്ങൾ എടുക്കുന്നു, അവന് കൊടുക്കുന്നു, അവനെ പോയി ഉമ്മ വെക്കുന്നു. ഇതൊക്കെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ ജീവൻ മോന് കൊടുത്ത് കുറച്ച് നേരം കൂടെ അവനെ കളിപ്പിച്ച് പതുക്കെ ഒന്ന് കിച്ചണിലോട്ട് പോയി നോക്കിയതാണ്. നോക്കുമ്പോൾ അവിടെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങ ഉണ്ട്, അതുപോലെ തന്നെ കക്കിരി, അതുപോലെ തന്നെ നെല്ലിക്ക തേനിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ 3 ഐറ്റംസാണ് അവിടെ കണ്ടത്. അത് കണ്ടപാടെ രാജ് പരിപാടി തുടങ്ങി. എല്ലാം എടുത്ത് കലവിലെടുത്ത് അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ അകത്ത് മാങ്ങ മാത്രമേ കഴിച്ചുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ കക്കിരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കക്കിരി 2-3 ദിവസം മുന്നേ ഇട്ട് വെച്ചാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ നല്ലോണം പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തേനെല്ലിക്കയും കഴിച്ച് നോക്കി. അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു. തേനെല്ലിക്ക നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗാന്ധിഗ്രാമം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും കാണാറുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും നല്ലത് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വിശ്വസമൊക്കെ കഴിക്കാൻ പറ്റും. എന്തായാലും ഹെവന് നന്നായി ഇഷ്ടമായി. ഹെവനും കഴിക്കുന്നുണ്ട്. സൂര്യൻ ഓരോ ഭരണി
എണ്ണീറ്റ് എടുത്ത് കൊണ്ടു തരുന്നുണ്ട്. ഞങ്ങളെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള കാര്യങ്ങളൊക്കെ സുറിന് ഒരുക്കി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി പത്തിരിയും അതുപോലെ തന്നെ പൂരിയാണ് അവൾ ഉണ്ടാക്കി തന്നത്. ഹെവൻ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പത്തിരിയും പൂരിയും. അപ്പം ആൾ സ്വന്തമായിട്ട് പ്ലേറ്റിലൊക്കെ ഇട്ട് താഴെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഓവറാണ്, അതിനെക്കൊണ്ട് എന്നോട് ഫുഡ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് അപ്പുറത്തെ ഒരാളിരുന്നിട്ട് ഇതാ പൂരിയും പത്തിരി എടുത്ത് അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ ഭയങ്കര ഉപദേശമാണ്. പക്ഷേ ആൾ നല്ല ഫുഡ് അടിയാണ്. കറക്റ്റ് സമയത്ത് കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് സുറിനിക്ക് ഞങ്ങളോട് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ സുറിന് കഴിക്കുകയാണ്. ഹെവൻ അവിടെ പോയപ്പോൾ നല്ല വൈബാണ്. കാരണം ചേട്ടന്മാരെ ചേച്ചിമാരെ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അവിടെയുള്ള റിമോട്ട് കാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾ അതിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് 2-3 തവണ ഡ്രസ്സൊക്കെ മാറ്റി മഴയത്തൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് അവൻ്റേതായിട്ടുള്ള കുസൃതികൾ അവിടെ വേറെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു അടിപൊളി സംഭവം ഞാൻ വേറെ കാണിച്ചു തരാം. നമ്മളെ സൂര്യ ആൾ വിചാരിച്ച പോലെയല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളിയായിട്ട് വായിച്ചല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവൻ മുടങ്ങാതെ ക്ലാസ് പോകുന്നുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു നല്ലൊരു പ്രോഗ്രസ് അവൻ്റെ പ്ലേയിങ്ങിൽ കാണുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇനി മുന്നോട്ട് നല്ല പഠിക്കട്ടെ, നല്ലൊരു മ്യൂസീഷ്യനൊക്കെ ആയിട്ട് മാറും. അതിനിടയ്ക്ക് സുർണിയും രാജ്യവും റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ യാത്ര പറഞ്ഞു. ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.